ഹായ് ഗൈസ്, എല്ലാ കൂട്ടർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലും പതിവ് പോലെ തന്നെ സോളോ വേഴ്സസ് സ്ക്വാഡ് ഗെയിം പ്ലേ ആണ്. നമ്മൾ സിപ്പ് വേയിൽ വന്ന് ഇറങ്ങി നമ്മുടെ കൂടെ ഇറങ്ങിയവനെ അപ്പം തന്നെ ഞാൻ കില്ല് ചെയ്തിട്ടുണ്ട്. അവന് നമ്മളെ പോലെ തന്നെ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കാൻ വന്ന പ്ലെയർ ആണെന്ന് തോന്നുന്നു. ഡയറക്റ്റ് കില്ലാണ് കിട്ടിയത്. അപ്പം തന്നെ അതേ വേറെ ഒരുത്തനെ കൂടി അങ്ങ് നോക്ക് ചെയ്ത്. ആ ടൈമിലാണെങ്കിൽ നമുക്ക് ബാക്കിൽ നിന്നായിട്ട് നല്ല ഡാമേജ് കിട്ടി ഇങ്ങോട്ട്. അവൻ്റെ ടീംമേറ്റ് ആണെന്ന് തോന്നുന്നു. ഇതേ ഗൈസ്, അവനിങ്ങോട്ട് കയറി വരുന്നുണ്ട്. നമ്മളെ കില്ല് കുമ്മാൻ വന്നതായിരിക്കും ഒന്നെങ്കിൽ. എന്തായാലും അവനെ കൂടി ഞാൻ കില്ല് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക ഗൈസ്. നമ്മളിത് P90 വെച്ച് ഞെക്കി പിടിച്ച് നല്ല ഡാമേജ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കയറി ചെന്ന് അവനെ ഫിനിഷ് ചെയ്യുക ഗൈസ്. പക്ഷേ ആ സമയത്ത് തന്നെ അവൻ അവൻ്റെ ക്യാരക്ടർ ഇട്ട് ഇവിടുന്ന് നൈസായിട്ട് അങ്ങ് എസ്കേപ്പ് ആയിട്ടുണ്ട്. നമ്മളാണെങ്കിൽ ആ ഒരു 2 കില്ല് എടുത്തതിന് ശേഷം സിപ്പ് വേന്ന് അങ്ങ് മാറി നിന്നിട്ടുണ്ട്. കാരണം നമ്മളതിൽ ആവശ്യത്തിന് ലൂട്ടൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കുറച്ച് ലൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഇവിടുത്തെ 2 പ്ലേയേഴ്സ് കറങ്ങി കളിക്കുന്നത് ഞാൻ കുറേ നേരമായിട്ട് കാണുന്നുണ്ട്. ആദ്യത്തെ തന്നെ അങ്ങ് ഹെഡ് ഷോട്ട് അടിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ എന്തായാലും നേരെ ഇറങ്ങി വരുന്നത് അവനെ ഞെക്കി പിടിച്ച് അങ്ങ് കില്ല് ചെയ്തിട്ടുണ്ട് ഗൈസ്. അങ്ങനെ ഈ 4 കില്ലാക്കിയിട്ടുണ്ട്. ഇവിടെയാണെങ്കിൽ കുറച്ച് പ്ലേയേഴ്സ് ഫൈറ്റ് ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നതിനോട് നമ്മൾ ഈ ഒരു ഏരിയയിൽ തന്നെ അങ്ങ് കുറച്ച് നേരമായിട്ട് നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ തന്നെ അതേ സൈഡിൽ നിന്നായിട്ട് ഒരുത്തനെ ഇങ്ങോട്ട് നമ്മൾ അടിക്കുന്നുണ്ട്. പെട്ടെന്ന് ഗ്ലൂ വാള ഇട്ടപ്പോൾ അങ്ങ് മാറിപ്പോയി ഗൈസ്. എനിക്ക് തോന്നുന്നത് അത് ബോട്ടാണെന്നാണ്. ഒന്നെങ്കിൽ ബോട്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ബിഗിനർ ആയിരിക്കും തോന്നുന്നത്. കാരണം ഇത് റാങ്ക്ഡ് മാച്ച് അല്ലാത്തതുകൊണ്ട് തന്നെ അത്ര പ്രോ പ്ലേയേഴ്സൊന്നും അങ്ങനെ കൂടുതലുണ്ടാവാൻ ചാൻസ് ഇല്ല ഗൈസ്. ചിലപ്പോൾ ലാസ്റ്റിലേക്കൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു പ്ലെയറിനെ കില്ല് ചെയ്തപ്പോൾ തന്നെ അവൻ്റെ ടീംമേറ്റും ബാക്കിൽ വന്നായിരുന്നു. നമുക്ക് അവരെ കില്ല് ചെയ്യുക അല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല ഗൈസ്. അവർ ബിഗിനേഴ്സ് ആണെന്ന് തോന്നുന്നു. നമ്മളെന്താ റാങ്ക്ഡ് മാച്ച് കളിക്കാത്തതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, ഇതിലൊന്ന് കളിച്ച് പ്രാക്ടീസ് ആവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ റാങ്ക്ഡ് മാച്ച് അല്ലാതെ കളിക്കാറുണ്ട്, പക്ഷേ അങ്ങനെ സോളോ വേഴ്സസ് സ്ക്വാഡ് കളിക്കാറില്ല. അപ്പോൾ ഇത് കളിച്ച് ഗെയിം പ്ലേ ഒന്ന് സെറ്റ് ആയതിനു ശേഷം പിന്നീട് റാങ്ക്ഡ് മാച്ചിലേക്കൊക്കെ പോകാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അല്ലാതെ ബോട്ടുകളെ അടിച്ച് മെയിൻ ആവാൻ വേണ്ടിയിട്ടല്ല ഗൈസ്. ആരും അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മുടെ വീഡിയോയുടെ സൗണ്ട് കിട്ടുന്നില്ല ഗൈസ്. ഇപ്പോൾ ശരിയാവുമെന്ന് തോന്നുന്നു. ചെറിയൊരു ബഗ്ഗായിരിക്കും. കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. ശരിക്കും ഞാൻ ഫ്രീ ഫയർ സ്റ്റാർട്ട് ചെയ്യുന്ന 2019-ലാണ്. നിങ്ങൾ ഗെയിം സ്റ്റാർട്ട് ചെയ്ത ഇയർ ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇപ്പോഴും ആക്റ്റീവായിട്ട് കളിക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ID കൂടി ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുക. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക പ്ലേയേഴ്സും ഗെയിം സ്റ്റാർട്ട് ചെയ്തത് 2019 ലോക്ക്ഡൗണിൻ്റെ ടൈമിലായിരിക്കും. അതിനുശേഷം എനിക്ക് 2021 ഗെയിം ഡിലീറ്റ് ആക്കേണ്ടി വന്ന്. അതിനുശേഷം വല്ലപ്പോഴും ഒന്ന് ഗെയിം ഇൻസ്റ്റാൾ ചെയ്യും, അപ്പോൾ തന്നെ ഡിലീറ്റ് ആക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ കളിച്ചുകൊണ്ടിരുന്നത്. അതാണ് എൻ്റെ ലെവൽ ഇപ്പോൾ 60 പോലും ആവാണ്ട് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഗെയിം ഡിലീറ്റ് ആക്കുന്ന ടൈമിൽ നമ്മുടെ ലെവൽ 60 ആണെങ്കിൽ ഒന്നും കൂടി ഇൻസ്റ്റാൾ ആക്കുമ്പോൾ അത് 59 ആവുന്നുണ്ട്. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ്. തിരിച്ച് ഗെയിം പ്ലേയിലോട്ട് പോകുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾ നമ്മുടെ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ ഗെയിം പ്ലേ വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോസ് ഒന്നും മിസ്സാവാതെ എനിക്ക് കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഗെയിം പ്ലേ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ വളരെ സന്തോഷം ഗൈസ്. ഇവിടുത്തെ കുറേ പ്ലേയേഴ്സ് തമ്മിൽ ഫൈറ്റിംഗ് ആണ്. നമുക്ക് നൈസായിട്ട് കയറി ചെന്ന് വല്ല കില്ലും കുമ്മനം കിട്ടുമോ നോക്കുക ഗൈസ്. കുമ്മനം കിട്ടിയില്ലെങ്കിലും ഡയറക്റ്റായിട്ട് കില്ലെടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. നമ്മളിതേ മോളിൽ നിന്നായിട്ട് കൊടുത്ത് നല്ല ഡാമേജ് കൊടുത്തായിരുന്നു. അവനെ കയറി ചെന്നങ്ങ് എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക. ഇത് ആ പ്ലെയർ തന്നെ ഇവിടെ നിന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാരഫൽ വെച്ച് കുറച്ച് ഡാമേജ് കൊടുത്ത്, പക്ഷെ അവൻ്റെ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാണ്ട ക്യാരക്ടർ ഇട്ട് കയറി ചെന്ന് അവനെ ഫിനിഷ് ചെയ്യുക ഗൈസ്. എന്തായാലും ലെവൽ 3 MP5 ഉണ്ട് ചിപ്പ് വെച്ചിട്ട്. ഇത് അവൻ്റെ ടീംമേറ്റാണ് നമ്മൾ ബാക്കിൽ നിന്ന് അടിക്കുന്നതെന്ന് തോന്നുന്നു. അവന് നല്ല ഡാമേജ് കൊടുത്ത് നമ്മുടെ HP ജസ്റ്റ് ചത്തില്ല ഗൈസ്. 10 HP ആക്കി തന്നിട്ടുണ്ട് അവൻ. ഇനിയിപ്പോൾ ബാക്കിയുള്ള എനിമീസ് വരുന്നതിന് മുമ്പേ പെട്ടെന്നൊരു സൂപ്പർ മെഡ് അങ്ങ് അടിക്കാം ഗൈസ്. ഈ കില്ലും കൂടി ഫിനിഷ് ആകുമ്പോൾ നമുക്ക് 10 കില്ല് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അത് കഴിഞ്ഞത് ഈ ഗണ്ണൊക്കെ വെച്ചിട്ടുള്ള സംഭവം ആരൊക്കെയോ ഓപ്പൺ ആക്കിയതുകൊണ്ട് നമ്മൾ നൈസിൽ അങ്ങോട്ട് അങ്ങ് ചെല്ലുകയാണ്. പുതിയ അപ്ഡേറ്റിന് ശേഷം ആ ഒരു സംഭവത്തിൻ്റെ കളറെല്ലാം മാറിയിട്ടുണ്ട്. ആ സമയത്ത് ഈ എനിമിയെ സെർച്ച് ചെയ്യുന്ന ഈ ഒരു സംഭവം ഒന്ന് പൊട്ടിച്ച് നോക്കിയാണ് ഗൈസ്. അപ്പോൾ തന്നെ നമ്മളെ ബാക്കിലായിട്ടൊരു എനിമിയെ കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ആ പ്ലെയർ ഇപ്പോൾ വന്ന് ഇറങ്ങിയതാണെന്ന് തോന്നുന്നു. കയ്യിൽ ഗണ്ണൊന്നുമില്ല. നമ്മളെന്തായാലും അവനെ കൂടി അങ്ങ് നോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ഈ ഒരു സാധനം തുറന്ന പ്ലേയേഴ്സിനെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അവന്മാരെല്ലാം ഏത് വഴിക്ക് ഓടിയെന്ന് ഒരു പിടുത്തവും ഇല്ല. ആ സമയത്ത് വേറെ ഒരുത്തൻ നമ്മുടെ മുമ്പിലായിട്ട് പറന്നിറങ്ങുന്നത്. അവൻ്റെ ബുക്കോങ് ഇട്ട് നൈസിൽ എസ്കേപ്പ് ആകാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ നമ്മളവൻ്റെ ബുക്കോങ് പൊട്ടിച്ചിട്ടുണ്ട്. അവൻ്റെ വേറെ വഴിയൊന്നുമില്ലാതെ ഓപ്പണിലേക്ക് ഇറങ്ങി ഓടിയിട്ടുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ അവനെ കൂടെ കില്ല് ചെയ്ത് ഗൈസ്. അങ്ങനത്തെ നമ്മൾ ഇറങ്ങിയ സ്ഥലം, അതായത് സിപ്പ് വേയിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ 5 പ്ലേയേഴ്സ് മാത്രമേ ലൈവായിട്ടുള്ളൂ. നമുക്ക് ബുയെ കിട്ടോ ഇല്ലേ ഗൈസ് നോക്കാം. ഇത് എവിടെയായിട്ട് വുഡ് പെക്കർ കിടക്കുന്നുണ്ട്. നമുക്കാണെങ്കിൽ പുതിയ വുഡ് പെക്കറിൻ്റെ സ്കിന്ന് കിട്ടിയായിരുന്നു. ഇത് വേറൊന്നുമല്ല ഗൈസ്, വെപ്പൺ റോയലാണ്. നമ്മൾ 99 സ്പിന്ന് വരെ ആക്കി വെച്ച് അവസാനം ഈ ഒരു സാധനം വന്നപ്പോൾ നമ്മൾ ഒറ്റ സ്പിന്ന് അങ്ങ് എടുത്തതാണ്. ഇനിയിപ്പോൾ നമുക്ക് ലാസ്റ്റിലേക്കുള്ള പ്ലേയേഴ്സിനെല്ലാം വുഡ് പെക്കർ വെച്ച് ഞെക്കി പിടിച്ച് അങ്ങ് കില്ല് ചെയ്യുക ഗൈസ്. ഇനിയിപ്പോൾ 1 ടാപ്പ് കയറിയാലും നല്ലതാണ്. ഷോർട്ട് റേഞ്ചിനായിട്ട് നമുക്ക് MP5 ലെവൽ 3 ഉണ്ട്. അത്യാവശ്യം ഗ്ലൂ വാളൊക്കെ ഉണ്ട്, ലൂട്ടൊക്കെ സെറ്റാണ്. ഇനിയിപ്പോൾ കളി ജയിച്ചാൽ മാത്രം മതി ഗൈസ്. ഇനി ഫൈനൽ ഫൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സിപ്പ് ലൈൻ പിടിച്ച് നമുക്ക് കുറച്ചങ്ങ് മാറി നിൽക്കുക. സത്യം പറഞ്ഞാൽ സിപ്പ് ലൈൻ ഞാൻ ആദ്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലാഷ് കോഡിൽ പോലും ഇതുവരെ യൂസ് ആക്കിയിട്ടില്ല ഗൈസ്. അങ്ങനെ ഇങ്ങോട്ട് വന്നപ്പോഴാണെങ്കിൽ ഇതേ ഒരുത്തൻ ഇപ്പം ചാടി ഇറങ്ങിയതാണെന്ന് തോന്നുന്നു.
ഇത് എലൈവ് പെട്ടെന്ന് അങ്ങ് കൂടിയിട്ടുണ്ട്, 8 എലൈവ് ആയിട്ടുണ്ട്. ഒരുത്തൻ ആ ഡ്രോപ്പിൽ നിന്ന് ലൂട്ട് ചെയ്ത് നൈസിൽ ഓടി പോവാണ്. അവനെടുക്കാൻ വുഡ്പെക്കർ വെച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കി, പക്ഷേ കിട്ടിയില്ല. ഇനിയിപ്പോൾ നമുക്ക് കുറച്ച് നേരം ഇവിടെ തന്നെ അങ്ങ് സേഫായിട്ട് നിൽക്കാം ഗൈസ്, എന്താവും നോക്കാം. ആ ഒരു ഗ്യാപ്പിൽ ഞാൻ ഈ വുഡ്പെക്കറിൻ്റെ ആട്രിബ്യൂട്ട്സ് ജസ്റ്റ് ഒന്ന് പറയാം. ഡബിൾ റേഞ്ച്, സിംഗിൾ മാക്സിൻ, അതാണ് ഇതിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആക്യുറസി മൈനസ് ആവുന്നുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. ഇവിടെ ആരൊക്കെയോ പറന്നിറങ്ങുന്നുണ്ട്, 2 ആൾക്കാർ. ഒരാൾ ഇതേ ഡ്രോപ്പിൻ്റെ മുകളിലോട്ട് ചാടി കയറി ഇറങ്ങി, അവനെ നമ്മളങ്ങ് 1 ടാപ്പ് അടിച്ചിട്ടുണ്ട് വുഡ്പെക്കർ വെച്ചിട്ട്. ഇത് അവൻ്റെ ടീംമേറ്റ് ആണോ എന്ന് അറിയത്തില്ല. നമുക്കിങ്ങോട്ട് നല്ല ഡാമേജ് വന്ന്. ഇനിയിപ്പോൾ നമ്മുടെ കില്ല് കുമ്മനം പോവോ ഗൈസ് അറിയില്ല. അത് ഫിനിഷായി കിട്ടിയാൽ മതിയായിരുന്നു. നമ്മൾ കുറച്ച് ഡാമേജ് അങ്ങ് കൊടുത്തിട്ടുണ്ട്. ആ കില്ല് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു വീടിൻ്റെ മുകളിൽ, വീടല്ല എന്തോ ഒരു സാധനമാണ്, അതിൻ്റെ മുകളിൽ ഇഷ്ടംപോലെ എനിമീസ് ഫൈറ്റ് നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒരു കില്ലെടുക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. വുഡ്പെക്കർ വെച്ച് സ്കോപ്പ് ചെയ്ത് ഒരാളെ കാണുന്നുണ്ട്. അങ്ങനെ അവനെ കൂടെ നോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ വേറൊരുത്തനും കൂടി പറന്നിറങ്ങി. എന്തോടെ പറന്നിറങ്ങുന്നവരെല്ലാവരും കൂടി എൻ്റെ മുന്നിൽ തന്നെയാണ് ഗൈസ് വന്ന് ഇറങ്ങുന്നത്. അങ്ങനത്തെ 14 കില്ലായിട്ടുണ്ട്. ഇനിയിപ്പോൾ മുകളിൽ ആ നോക്കും കൂടി ഉണ്ട്. അതും കൂടി ആകുമ്പോൾ നമുക്ക് 15 കില്ല് കംപ്ലീറ്റ് ആവും. അധികം മാച്ചിൽ ഞാൻ 15 കില്ലെടുക്കുന്നതിന് ശേഷം ചാവാണ് കേസ് ചെയ്യുന്നത്. ഒന്നെങ്കിൽ 15 കില്ലെടുത്ത് ചാവും, അല്ലെങ്കിൽ 15 കില്ലെടുത്ത് പോയി, അങ്ങനെയാണ് നടക്കുന്നത്. ഇനിയിപ്പോൾ ഈ മാച്ച് എന്താവും നമുക്കത് ഇപ്പം അറിയാം കേസ്. അങ്ങനെ മുകളിലെ കില്ല് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. ഇല്ല, ഫിനിഷായില്ല, ഇപ്പോഴാണ് ഫിനിഷായത്. അങ്ങനത്തെ നമ്മുടെ കയ്യിൽ നിന്ന് മണ്ടത്തരങ്ങളെല്ലാം പറ്റാൻ സാധ്യതയുള്ള ആ ഒരു സിറ്റുവേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്നെ കൂട്ടാതെ 3 പ്ലേയേഴ്സ് മാത്രമേ ലൈവ് ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം കേസ് എന്താ സംഭവിക്കുകയെന്ന്. ഈ ഡ്രോപ്പിൽ നിന്നായിട്ട് കാര്യമായിട്ട് ലൂട്ടൊന്നുമില്ല. ലൂട്ടില്ല എന്നല്ല, നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. ഒരു റിപ്പയർ കിറ്റ് അങ്ങ് എടുത്തിട്ടുണ്ട് ഗൈസ്. നമ്മൾ നേരത്തെ ഒരുത്തന്നെ അവിടെ സ്പോട്ട് ചെയ്ത് അവനെ അങ്ങ് നൈസിൽ കില്ല് ചെയ്യാൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് എവിടേക്കായിട്ട് UMP കിടക്കുന്നുണ്ട്. എൻ്റെ മനസ്സിങ്ങനെ പറയുന്നുണ്ട് UMP എടുക്കാൻ. പക്ഷേ ഞാൻ MP5 കളയാത്ത എന്താണെന്ന് വെച്ചാൽ ലാസ്റ്റിലേക്ക് വല്ല ഞെക്കിപ്പിടി സിറ്റുവേഷൻ അങ്ങനെ വന്നു കഴിഞ്ഞാൽ MP5 തന്നെയാണ് ബെസ്റ്റ്, പ്രത്യേകിച്ച് 3 ലെവൽ ആയതുകൊണ്ട്. അങ്ങനത്തെ നേരത്തെ ലൈവായിരുന്ന 3 പ്ലേയേഴ്സിൽ ഒരാൾ ഡെഡ് ആയിട്ടുണ്ട്. നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഡാമേജ് കിട്ടുന്നുണ്ട്. ആ പ്ലെയർ താഴോട്ട് അങ്ങ് ചാടിയിട്ടുണ്ട്. നമുക്ക് വുഡ്പെക്കർ വെച്ച് ഞെക്കി പിടിച്ച് എത്രത്തോളം ഡാമേജ് കൊടുക്കാൻ പറ്റുമോ അത്ര അങ്ങ് കൊടുക്കുക. പക്ഷെ അപ്പോൾ തന്നെ ആ പ്ലെയർ ക്യാരക്ടർ ഇട്ട് നമുക്ക് ഇങ്ങോട്ട് അത്യാവശ്യം ഡാമേജ് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു മെഡിക്കിറ്റ് അടിച്ചിട്ട് പെട്ടെന്ന് കയറി അങ്ങ് ചെല്ലാം. ആരൊക്കെ സിപ്പ് ലൈൻ പിടിച്ച് പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് ഗൈസ്. ഇനി നമ്മളധികം ലാഗ് അടിപ്പിച്ചാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാകും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കയറി അങ്ങ് ചെല്ലാം. നമ്മളിത് എനിമി അവിടെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. MP5 വെച്ച് കുത്തി പിടിച്ചാണ്ട് തലയ്ക്ക് തന്നെ കൊള്ളിക്കാൻ നോക്കിയാണ്. നമ്മളാണെങ്കിൽ ഗ്ലൂ ആൾ ഇട്ടില്ല, ലെവൽ 3 ആയതുകൊണ്ട് തന്നെ അവനങ്ങ് ഡൗൺ ആവുമെന്ന് വിചാരിച്ച്. ആ സമയത്ത് ബാക്കിൽ നിന്ന് എനിമി ഞാൻ ശ്രദ്ധിച്ചില്ല ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ ഇതിനേക്കാളും മികച്ച ഒരു അടിപൊളി ഗെയിം പ്ലേ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.